അന്നൊരു 2 ദിവസം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഫോണും ബാഗൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി ഒരു ഇടവഴി കൂടെ കൊണ്ടുപോയി അങ്ങനെ തല്ലും ഇതൊക്കെ കിട്ടി. എങ്ങനെയോ രക്ഷപ്പെട്ടു. നാട്ടുകാരൊക്കെ വന്ന് ഒച്ചയുമ്പോഴൊക്കെ വെച്ച്. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു ഫോട്ടോ ഉണ്ട് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ. എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ഫണ്ടില്ലാത്തതുകൊണ്ട് അന്നപൂർണ്ണ ചെയ്യാമെന്ന് വിചാരിച്ച്. ട്രക്ക് നല്ലൊരു അടിപൊളി ട്രക്കായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഫുഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പട്ടിണി കിടക്കേണ്ടി വന്നു. ഒരു ദിവസം ഒരു നേരം ഫുഡ് കഴിച്ചുള്ളൂ. കാരണം പരിപ്പും ചോറാണ് മെയിൻ. ഡാൽ ഭാഗത്ത് വരുന്നത് എപ്പോൾ അതിന് തന്നെ 900 രൂപ വില വരുന്നത്. എന്റെ പ്രായത്തിലെ ഫ്രണ്ട്സിനൊക്കെ വിടൂല വീട്ടിൽ നിന്ന്. ആദ്യമൊക്കെ വിചാരിക്കായിരുന്നു കൂടെ ആരുണ്ടെങ്കിൽ നല്ലതായിരിക്കും വിചാരിക്കായിരുന്നു. പിന്നെ സോളോ ആയിരുന്നു കൂടുതലും പോയത്. പഠിത്തവും യാത്രയും എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകണേ? കൂടുതൽ ലീവ് എടുത്ത് അങ്ങനെ പോക്കില്ല. അപ്പൊ 80 days എങ്ങനെ? ജൂൺ 1 ഞാൻ പ്രതീക്ഷിച്ചത് മഴയുടെ അവധിയും പിന്നെ കൊറോണ വന്നോണ്ട് കൊറോണ അവധിയൊക്കെ കിട്ടി കുറെ ലീവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ടിക്കറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്തത്. ജൂൺ 18 അങ്ങനെ കുറച്ച് ക്ലാസ് പോയി. ഈ വർഷം അതൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. സ്കൂളിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഇപ്പൊ യാത്രയൊക്കെ? സ്കൂളില് സത്യമായി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ 12 വയസ്സ് ആവാത്തോണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്താൽ പിള്ളേർ ഇങ്ങനെ ഇറങ്ങി തിരിച്ച് പോവും. പിന്നെ അത് വലിയ അപകടമാവുമെന്നൊക്കെ ഒരു. അപ്പൊ ഈ നൈറ്റ് എവിടെയാണ് ഇപ്പൊ സേഫ് ആയിരിക്കണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം? അപ്പോൾ പെട്രോൾ പമ്പിൽ പോകും. അപ്പോൾ പെട്രോൾ പമ്പ് 24 hour ആണ്. ക്യാമറയുണ്ട്, വെള്ളവും കിട്ടും, ബാത്റൂം ഉണ്ട്, നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ചോദിച്ചു നോക്കും, ടെൻ്റ് അടിച്ച് ചോദിച്ചു നോക്കും. ചിലർ സമ്മതിക്കും, ചിലർ സമ്മതിക്കില്ല. ഒരു വട്ടം ഞാൻ പോലീസ് സ്റ്റേഷനൊക്കെ പോയി സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു. ആസാം മേഘാലയ ബോർഡറിലൊക്കെ. അതൊരു വില്ലേജ് പോലെ ആയിരുന്നു. അവിടെ ടെൻ്റ് അടിക്കാൻ സ്ഥലമില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷൻ കണ്ട് അവിടെ പോയി ചോദിച്ചു നോക്കി. അവർ സമ്മതിച്ച് ഒരു റൂം വരെ തന്നു, കുഞ്ഞു സെറ്റപ്പ് റൂമൊക്കെ തന്ന്. ജോലിയൊക്കെ സെറ്റായി ഒരു 30 വയസ്സിനുള്ളിൽ 2-3 ട്രിപ്പ് അടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇതിനൊക്കെ മുമ്പ് 17ാമത്തെ വയസ്സിൽ 12 സ്റ്റേറ്റ്സ് 28,000 രൂപയ്ക്ക് കറങ്ങി വന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉള്ളത്. വെൽക്കം ടു ക്ലബ് എഫ്എം. ഹായ് എബിൻ. ലാസ്റ്റ് യാത്ര കഴിഞ്ഞപ്പോഴാണ് എത്തിയത്? ഞാൻ പ്ലസ് വൺ കഴിഞ്ഞ 2 മാസം ഗ്യാപ്പിനൊരു ട്രിപ്പ് പോയി. +2 അല്ലേ? ഇപ്പം +2. അപ്പോൾ 2 മാസം 80 ദിവസം ട്രിപ്പ് ചെയ്യുന്നത്. ഏകദേശം 12-13 സ്റ്റേറ്റ്സും നേപ്പാളും ഭൂട്ടാനും കവർ ചെയ്തത് ഈ ട്രിപ്പിൽ. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് പോയി വന്നത് ഈ പറഞ്ഞ സ്ഥലമാണ്, നേപ്പാളും ഭൂട്ടാനൊക്കെ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറേ ആൾക്കാരെ കണ്ട്, കുറേ പരിചയപ്പെട്ട്, ഓരോ സ്ഥലങ്ങളെ കണ്ട് നല്ലൊരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര മൊത്തം. ഇപ്പോൾ 17ാമത്തെ വയസ്സിൽ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം, ട്രിപ്പ് അടിക്കണം എന്നൊക്കെ. അപ്പോൾ വീട്ടിലുള്ളവർ പറയും ജോലിയൊക്കെ ആയിട്ട് പോയാൽ മതി. പക്ഷേ എബിൻ എവിടെ നിന്നാണ് മനസ്സിലാക്കിയത് ഈ ഒരു 17ാമത്തെ വയസ്സിൽ എനിക്ക് ട്രിപ്പ് അടിക്കണം? ഏത് പോയിന്റിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത്? ഞാൻ ആക്ച്വലി 15 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ട് എനിക്ക് ഇഷ്ടമായി അങ്ങനെ പോകാനൊക്കെ. പക്ഷേ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, കൊണ്ടുപോകാൻ ആരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞുള്ള ഗ്യാപ്പിന് പപ്പയ്ക്ക് പെട്ടെന്ന് വയ്യാതെയായി. അപ്പോൾ ബാംഗ്ലൂർ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പം ഞാൻ ബാംഗ്ലൂർ സിറ്റി ആണല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു ഇറങ്ങി വന്ന്. അപ്പം വീട്ടുകാർക്കൊക്കെ ഭയങ്കര അതിശയം. 9ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഭാഷ ഒന്നും അറിയാതെ ഒക്കെ കറങ്ങി വന്നല്ലോ ആലോചിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ധൈര്യം വന്ന്. പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു. വീട്ടുകാർ സമ്മതിക്കാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ടൊക്കെ ട്രിപ്പ് അടിച്ച് 10 പഠിക്കുമ്പോഴൊക്കെ 3 ദിവസം 4 ദിവസമൊക്കെ കൊച്ചി, സൗത്ത് ഇന്ത്യ തന്നെ, കൊച്ചിയും തമിഴ്നാടൊക്കെ ആയിട്ട്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവധിക്ക് വിചാരിച്ച് നോർത്തൊന്ന് കാണാൻ, മഞ്ഞും മരുഭൂമിയും താജ്മഹലൊക്കെ ഒരുമിച്ച് ട്രിപ്പ് കാണാൻ വിചാരിച്ചിട്ട് ഞാൻ 10 കഴിഞ്ഞാൽ ഗ്യാപ്പിന് ഇറങ്ങിയതായിരുന്നു. അന്ന് ഞാൻ 50 ദിവസം കൊണ്ട് 9 സംസ്ഥാനങ്ങളും അന്ന് കവർ ചെയ്തിട്ട് വന്നത് വീട്ടിൽ. ഫസ്റ്റത്തെ യാത്ര, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഫസ്റ്റ് ബാംഗ്ലൂർ ആയിരുന്നു. അത് ട്രിപ്പാണെന്നും പറയാൻ പറ്റില്ല, കാരണം ആവശ്യത്തിന് വേണ്ടി പോയതാ. പിന്നെ ബാംഗ്ലൂർ പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സിറ്റി ആയിരുന്നു. അന്ന് വെച്ചാൽ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടും അപ്പോൾ ബാംഗ്ലൂർ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ പോയപ്പം ചികിത്സയ്ക്കാണെങ്കിൽ കൊണ്ടുപോകാനോ ഇതാക്കാനോ ആരുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി. അപ്പോൾ ഒറ്റയ്ക്ക് അത്ര വലിയ സിറ്റി ആയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ടൈമിനൊക്കെ. ഒറ്റപ്പെട്ടിലാണേലും ഇങ്ങനെ കണ്ടു ഇറങ്ങി പിന്നെ തിരിച്ച് വന്ന് ഇതായിട്ട്. പിന്നെ അതുപോലെ ഈ ഒറ്റയ്ക്കുള്ള യാത്ര അത് എങ്ങനെയാ? സോളോ ട്രിപ്പാണോ ഇഷ്ടപ്പെടുന്നത്? ആദ്യമൊക്കെ വിചാരിക്കായിരുന്നു കൂടെ ആരുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിക്കായിരുന്നു. പിന്നെ സോളോ ആയിരുന്നു കൂടുതലും പോയത്. പിന്നെ ചില ടൈമിനൊക്കെ നല്ല നമുക്ക് കമ്പനി കിട്ടും. ചില കമ്പനിയൊന്നും വലിയ സുഖം ഉണ്ടാവില്ല. എന്നാൽ ചില ആൾക്കാരുടെ കൂടെ അത്രയും നല്ല രസമായിരിക്കും. അപ്പോൾ ഡിപ്പെൻസ് ചെയ്യുന്നത് ആൾക്കാരെ അനുസരിച്ചിട്ടായിരുന്നു. ഓക്കെ, ഈ 80 ദിവസത്തെ യാത്ര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഒന്ന് പറഞ്ഞുതരും. ഇപ്പോൾ ലാസ്റ്റായിട്ട് പോയത്
ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് നാട്ടിൽ നിന്ന് തുടങ്ങി. രാവിലെയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ബാക്ക് ചെയ്ത് ഇറങ്ങി. ഫസ്റ്റ് പോയത് ബാംഗ്ലൂർ ആയിരുന്നു അന്നത്തെ ലക്ഷ്യം. ഫസ്റ്റ് ബാംഗ്ലൂർ എത്തണം. രാവിലെ ലിഫ്റ്റ് അടിച്ച് ഒരു 3 വണ്ടിക്ക് ഞാൻ ബാംഗ്ലൂർ എത്തി കോഴിക്കോട് നിന്ന്. പിന്നെ ബാംഗ്ലൂർ 2 ദിവസം സ്റ്റേ അടിച്ച് അവിടുന്ന് നേരെ ഹൈദരാബാദ്, പിന്നെ അവിടുന്ന് വിജയവാഡ, പിന്നെ വിശാഖപട്ടണം, പിന്നെ അവിടുന്ന് നേരെ കൊൽക്കട്ടയിൽ നിന്ന് ന്യൂ ജൽപഗുരി, ആ വഴി ഗുവാഹട്ടിയിൽ നിന്ന് കസിരംഗ, അവിടുന്ന് നേരെ ടവാങ്ങിൽ നിന്ന് സീറോ വാലി നാഗാലാൻഡിൽ നിന്ന് മേഘാലയിൽ നിന്ന് ഭൂട്ടാനിന്ന് സിക്കിമിൽ നിന്ന് ഡാർജിലിംഗിൽ നിന്ന് നേരെ നേപ്പാൾ പൊക്കാര അന്നപൂർണ ബേസ് ക്യാമ്പ്, അവിടുന്ന് നേരെ വന്ന് വാരണാസിയിൽ നിന്ന് ഉത്തരാഖണ്ഡ്, ഋഷികേശ്, ഡെഹ്റാഡൂൺ, മുസൂരി, പിന്നെ നേരെ ഹിമാചലായിരുന്നു. പിന്നെ ഹിമാചലിൽ ഒരു 10-20 ദിവസം അവിടെ തന്നെ ആയിരുന്നു. പിന്നെ നേരെ ഡൽഹി ടു മുംബൈ ടു ബാംഗ്ലൂർ ടു കേരള. 80 ദിവസം അടിപൊളി കേട്ടോ. ഞാൻ തന്നെ ഒന്ന് പോയിട്ട് വന്നു. ഇതെങ്ങനെ ഓർത്തിരിക്കുന്നത് ഇത്രയും സ്ഥലങ്ങൾ? പോയ സ്ഥലമാണല്ലോ നമ്മൾ പോയതുകൊണ്ട് നമുക്ക് ഓർമ്മ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോയ ഒരാളാണ്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഇനിയും അവിടെ പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമുണ്ടോ? കുറേ സ്ഥലങ്ങളുണ്ട്. ഒന്ന് അരുണാചൽ പ്രദേശ് ഉണ്ട്, പിന്നെ ഹിമാചൽ പ്രദേശ് ഉണ്ട്, മേഘാലയ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. ഇനി ഞാൻ ഇവിടെ പോത്തില്ല, അതായത് വന്ന് പെട്ടു, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അങ്ങനെ തോന്നിയൊരു സ്ഥലം ഉണ്ടോ? അങ്ങനെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ വെച്ചിട്ട്. എന്തായിരുന്നു അത്? ഞാൻ 50 ദിവസം ട്രിപ്പിലായിരുന്നു പറ്റിയത്. ആ ടൈമിൽ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത്, പക്ഷേ അങ്ങനെ പോകാതിരിക്കാൻ തോന്നിയിട്ടൊന്നുമില്ല. അന്നൊരു 2 ദിവസം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം? അത് ഞാൻ ലിഫ്റ്റ് അടിക്കായിരുന്നു. ഞാൻ രാജസ്ഥാനിൽ ഉദയപൂരിൽ നിന്ന് ജോധ്പൂരിലോട്ട് ലിഫ്റ്റ് അടിക്കായിരുന്നു. അപ്പോൾ ലിഫ്റ്റ് അടിച്ച് പകുതി വരെ എത്തിയ ഹൈവേ പോകുന്ന സ്ഥലത്ത് എത്തിയപ്പം ഒരാൾ ലിഫ്റ്റ് തന്നും ചെയ്തു. ലിഫ്റ്റ് തന്ന് പുള്ളിക്കാരൻ്റെ ഫോണും ബാഗൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി ഒരു ഇടവഴി കൂടെ കൊണ്ടുപോയി. അങ്ങനെ തല്ലും ഇതൊക്കെ കിട്ടി. എങ്ങനെയൊക്കെയോ അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. നാട്ടുകാരൊക്കെ വന്ന് ഒച്ചയുമ്പോഴൊക്കെ വെച്ച് ഒച്ചയൊക്കെ വെച്ച് ഞങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കി. ഫോൺ പിടിച്ച് പറിക്കാൻ നോക്കിയിട്ട് പിന്നീട് അവിടുത്തെ ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി. അന്നൊക്കെ നല്ല പേടിയായിരുന്നു ആ ഒരു ടൈം. പിന്നെ രാജസ്ഥാൻ എങ്ങനെ വിട്ടാൽ മതി എന്നൊക്കെ ആയിരുന്നു. പക്ഷെ രാജസ്ഥാൻ നല്ലൊരു സ്ഥലം തന്നെയാണ്, എനിക്ക് ഇഷ്ടമാണ്. ഉൾഗ്രാമങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളൂ. എൻ്റെ സൂക്ഷിക്കുറവ് കൊണ്ട് പറ്റിയതാ. രാജസ്ഥാൻ എനിക്ക് ലിഫ്റ്റ് അടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ പോയി ജയ്സൽമീർ പോയപ്പോൾ ഒക്കെ അവിടുത്തെ ആൾക്കാരാണ് പറയുന്നത്, അവിടുത്തെ ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ ലിഫ്റ്റ് അടിക്കുന്നത് തീരെ സേഫ് അല്ല, കാരണം ബോർഡർ ആയതുകൊണ്ട് ടെററിസും മോഷണമൊക്കെ ഭയങ്കര ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ രാജസ്ഥാൻ അങ്ങനെ എനിക്ക് ലിഫ്റ്റ് അടിക്കാൻ തോന്നിയില്ല, ഭയങ്കര മടിയും പേടിയൊക്കെ ആയിരുന്നു രാജസ്ഥാൻ ലിഫ്റ്റ് അടിക്കാൻ. ഇപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് വന്നാൽ തന്നെ നമുക്കറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളൊക്കെ പറയാം കയ്യിൽ പൈസ പോലും നിൽക്കില്ല, പൊട്ടുന്നത് കാണാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് 28,000 രൂപയ്ക്ക് 12 സ്റ്റേറ്റ്സ്, അതെങ്ങനെയായിരുന്നു ആ കാൽക്കുലേഷൻ, എങ്ങനെ ഒപ്പിച്ച്? ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പൈസ കൂടുതൽ ചിലവാകുന്നത് ഫുഡിലും പിന്നെ സ്റ്റേയിലൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം ടെൻറ്റ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യാൻ പൈസ എവിടെയും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ ടെൻറ്റിലായിരുന്നു ഫുൾ ടൈം സ്റ്റേയും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡാണെങ്കിൽ ഇതേപോലെ ഒരു ദിവസം 2 നേരമൊക്കെയാണ് കഴിക്കൽ. പിന്നെ ഈ നോർത്തിലൊക്കെ ആകുമ്പോൾ ഗുരുദ്വാരയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗുരുദ്വാര പോയാൽ നമുക്ക് ഫ്രീ സ്റ്റേയും ഫുഡൊക്കെ കിട്ടും. അപ്പോൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ പൈസ ലാഭിക്കാൻ പറ്റും അവിടെയൊക്കെ ലാഭിക്കായിരുന്നു കയ്യിലൊക്കെ. സ്ഥലങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും പോവാ? കുറേയൊക്കെ പഠിക്കാനെല്ലാം അറിയാമല്ലോ നമുക്ക്. കുറേയൊക്കെ റീൽസ് കണ്ട് ചില പരിചയവും, പിന്നെ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടൊക്കെ അങ്ങനെ അറിവുണ്ടാവും. അറിവ് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ എത്തുമ്പോൾ അടുത്ത ലോക്കൽസിനോടൊക്കെ സംസാരിച്ച് മനസ്സിലാക്കും. ഓക്കെ, ശരിക്കും അല്ലാതൊക്കെ നമ്മളൊന്ന് പോയാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? ഓരോരുത്തരുടെ ഇതാക്കി വെച്ചേ. എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ പോകണമെന്നുണ്ട്, എക്സ്പെൻസീവ് ആയിട്ട് നന്നായിട്ട് മാറ്റം വരുന്നേ എക്സ്പെൻസീവിലേക്ക് വരുമ്പോൾ. അടിപൊളി റൂംസ്, അതൊക്കെ കംഫോർട്ട് ആയിരിക്കും, നല്ലപോലെ കംഫോർട്ടബിൾ ആയിരിക്കും. നമുക്ക് സമാധാനത്തിൽ നല്ല കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാം. മറ്റേതാകുമ്പോൾ കുറച്ചൊക്കെ റിസ്ക് പിടിച്ച് അത്രയ്ക്ക് കംഫോർട്ടല്ല, ആ ഒരു രീതിയിൽ പോവാം അങ്ങനെ. ഓക്കെ, ആരെന്താ ഈ കൂട്ട് വിളിക്കാത്ത, ഒറ്റയ്ക്ക് പോകുന്നത് എന്താ? ഒന്നാമത്തെ റീസൺ ആരും കൂടെ വരില്ല. എൻ്റെ പ്രായമുള്ള ഫ്രണ്ട്സിനൊക്കെ വിടില്ല വീട്ടിൽ നിന്ന്. 2-3 ദിവസത്തേക്കൊക്കെ അവർ പിന്നെയും നോക്കാന്ന് ഓർക്കും. ഞാൻ പോകുന്നത് 80-50 ദിവസത്തേക്കൊന്നും അങ്ങനെ ആരും വരില്ല. പിന്നെ എൻ്റെ ഒപ്പം ഒരേട്ടൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, കുറച്ച് ഒരു 20 ദിവസത്തോളം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, എനിയാണ് ഇൻട്രസ്റ്റ്. അങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരേട്ടൻ. പുള്ളി ഞാൻ ഒരുമിച്ചായിരുന്നു ഒരു 20 ദിവസത്തോളം. അരുണാചൽ ടവാങ്ങിലും കസരംഗിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയി വന്നതൊക്കെ. പിന്നെ പുള്ളിക്ക് പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വന്ന് നാട്ടിൽ പോയി. അങ്ങനെ ഈ സോളോ ട്രിപ്പും ഈ ഗ്രൂപ്പും തമ്മിൽ എന്താ വ്യത്യാസം തോന്നിയിട്ടുള്ളത് ഈ ട്രിപ്പ് പോകുമ്പോൾ? എനിക്ക് സത്യം പറഞ്ഞാൽ ഗ്രൂപ്പാണെങ്കിൽ പോലും ഓവർ ആൾക്കാർ വേണ്ട, കൂടി ഇപ്പോൾ ഒരു 2 പേര് അല്ലെങ്കിൽ ഒരാൾ അത് മതി. ഓവർ ഇപ്പോൾ 10 പേര് 12 പേര് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമില്ല. 10 പേരും 10 ഇതിലായിരിക്കും വരുന്നതും ഇതാക്കുന്നതൊക്കെ, പറ്റൂല. അപ്പോൾ അതിന് 1-2 പേരൊക്കെ ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ പോയി വരാം. ഓവർ ആയാലും ഒരു സുഖം ഉണ്ടാവില്ല, ട്രിപ്പേ കൊള്ളാവുമെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ പോയിട്ടുണ്ടോ? ഉണ്ട്, കാശ്മീരൊക്കെ ഞാൻ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ രാവിലെ 6 മണിക്ക് പോകുന്ന സമയത്തൊക്കെ ഇവർ വരുന്നത്, 6 മണിക്ക് വരാൻ പറഞ്ഞാൽ അവർ വരുന്നത് ഉച്ചയ്ക്ക് 10 മണിക്കും 11 മണിക്കൊക്കെ ആയിരുന്നു. പിന്നെ അവരുടെ ഒപ്പം പോയിട്ട്
പൈസ കുറേ പോയി. ഞാൻ ടാക്സി പിടിച്ചായിരുന്നു പോയത്. അപ്പം ഷെയർ ടാക്സി ആയതുകൊണ്ട് തന്നെ പൈസയും കുറേ പോയി, സ്ഥലം മേലേക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരേ ഒന്നുമില്ല. അവരിതില്ലാതെ അവർ നോക്കുകയും ചെയ്യേണ്ട, ആരുണ്ടാവില്ല, പോവാ ഇഷ്ടമുള്ളപ്പോൾ വരാം. പഠിത്തവും യാത്രയും എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകണേ? സ്കൂളിലെ ടൈമിന് ഞാൻ അങ്ങനെ ട്രിപ്പ് കുറവാണ്. ലീവ് ഉള്ളപ്പോൾ മാത്രമേ പോവുള്ളൂ. ഇപ്പോൾ ഓണാവധിയോ അല്ലെങ്കിൽ ക്രിസ്മസ് അവധിയോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും 4-5 ദിവസം അവധി കിട്ടിയാൽ മാത്രമേ പോവുള്ളൂ. അല്ലാത്ത ടൈമിൽ സ്കൂളിൽ ലീവ് എടുത്ത് അങ്ങനെ പോക്കില്ല. അപ്പോൾ 80 days എങ്ങനെ? ഈ ട്രിപ്പിൽ ഞാൻ എന്താ വെച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ ഈ June 1 ഞാൻ പ്രതീക്ഷിച്ചത് മഴയുടെ അവധിയും പിന്നെ കൊറോണ വന്നുകൊണ്ട് കൊറോണ അവധിയൊക്കെ കിട്ടി കുറേ ലീവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ എന്താക്കി ടിക്കറ്റ് കുറച്ച് ലേറ്റായിട്ടാണ് ബുക്ക് ചെയ്തത്. June 18 അങ്ങനെ കുറച്ച് ക്ലാസ് പോയി. ഈ വർഷം അതൊക്കെ പ്രതീക്ഷിച്ച് പക്ഷെ ഒന്നും നടന്നില്ല. ഓഹോ, ആള് കൊള്ളാം. എല്ലാം മുൻകൂട്ടി കണ്ട് ചെയ്തതാണ്, പക്ഷെ അവിടെ ഒന്ന് പണി പാളി അല്ലേ? ഓക്കെ, അങ്ങനെ 80 days അപ്പൊ എങ്ങനെ സ്കൂള് തന്നു? 80 days അല്ല, 2 മാസം സ്കൂളിൽ 2 ദിവസം ലീവ് ആയിരുന്നല്ലോ. 60 ദിവസത്തോളം ലീവ് ആയിരുന്നു. ബാക്കി ഒരു എനിക്ക് 10 ദിവസം കണ്ട് ലീവ് എടുത്തു തോന്നുന്നു സ്കൂളിൽ. എന്ത് പറഞ്ഞു? സ്കൂളിൽ കയറിയപ്പോൾ തിരിച്ചു വന്നപ്പോ ലീവ് എടുക്കുന്നതിന് ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. സ്കൂളിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാ ഇപ്പൊ യാത്രയൊക്കെ? സ്കൂളിൽ സത്യമായി സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഞാൻ 12 ദിവസം ആവാത്തതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്താൽ പിള്ളേരിങ്ങനെ ഇറങ്ങി തിരിച്ച് പോവും, പിന്നെ അത് വലിയ അപകടമാവുമെന്നൊക്കെ ഒരു മൈൻഡിലാണ് സ്കൂളുകാരൊക്കെ. വീട്ടിലുള്ളവർക്കോ എങ്ങനെയാണ്? വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഇപ്പം ഭയങ്കര സപ്പോർട്ട്. ആദ്യമൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഈ ചെറുപ്രായത്തെ ഇങ്ങനെ ഓവറും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ പേടിയുണ്ടായിരുന്നു. പിന്നെ കുടുംബക്കാരെ ഓരോന്നൊക്കെ പറയാം ഞാൻ ഇങ്ങനെ വിടല് ഇതാക്കിന്നൊക്കെ. പക്ഷെ ഇപ്പം ഭയങ്കര സപ്പോർട്ടുമാണ്, ഭയങ്കര തരുന്നത്. ഇങ്ങനെ ആരെങ്കിലൊക്കെ പറയോ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് നടന്നോ, ഫുൾ ലോകമൊക്കെ ചുറ്റി നടന്നോ എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പറയോ? കുറെ പേര് പറയുന്നുണ്ട്. തിരിച്ചവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കും പോവാമല്ലോ, ഓരോരുത്തരും മൈൻഡ് സെറ്റ് ആണല്ലോ, പോകാൻ വിചാരിച്ചാൽ ആർക്കും പോവാമല്ലോ. അപ്പൊ ഈ പൈസയൊക്കെ എവിടുന്നാ? പകുതി പാരൻസ് ഈ ട്രിപ്പ് എനിക്ക് പകുതി പൈസ പാരൻസ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു, പപ്പ അമ്മയും. പിന്നെ ഞാൻ വർക്കിന് പോകുന്നുണ്ട്, ഈവന്റ് മാനേജ്മെന്റും അങ്ങനെയൊക്കെ. ഇത്രയും സ്ഥലങ്ങൾ യാത്ര ചെയ്ത ആളാണ് എബിൻ. ആൾക്കാർ അറിയണമെന്ന് തോന്നിയ ഒരു സ്ഥലം ഏതാണ്? അരുണാചൽ പ്രദേശ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ അവിടുത്തെ സ്പെഷ്യാലിറ്റി? എന്താ അവിടെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്, അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് അവിടെ എത്താൻ ഭയങ്കര പാടായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആൾക്കാർ അങ്ങനെ പോവാത്തത്. പിന്നെ മേഘാലയ, ഹിമാചൽ, കാശ്മീരൊക്കെ ആണ് എല്ലാവരും പോകുന്നുണ്ടല്ലോ അവിടെ, എന്തായാലും പോകുന്നുണ്ട്. കേരളക്കാർ എവിടെയും എത്തിപ്പെടുന്നുണ്ട്. പിന്നെ നേപ്പാളും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നേപ്പാളിലും ട്രെക്കിംഗ് ഒക്കെ ആണെങ്കിൽ ചെയ്യുവാണെങ്കിൽ നല്ല ഇതായിരിക്കും. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, ഈ ട്രക്കിങ്ങിന് പറ്റി, അതായത് അധികം ചെലവൊന്നും ഇല്ലാണ്ട് എന്നാൽ ട്രക്കിങ്ങിന് പറ്റിയ ഒരു സ്ഥലം നേപ്പാളായിരിക്കും. ഇഷ്ടം പോലെ ട്രക്ക് ഉണ്ട് അവിടെ. അവിടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് അടക്കം ചെറിയ 2-3 ദിവസം ട്രക്ക് വരെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നേപ്പാൾ ബെസ്റ്റ് സ്ഥലമാണ് ട്രക്കിങ്ങിന് പറ്റിയ. ഏകദേശം എത്ര ചെലവ് വരുമായിരിക്കും? ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഒരു 3000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ട്രക്കൊക്കെ ചെയ്യാൻ പറ്റും അവിടെ. ടെൻറ്റും പിന്നെ ഫുഡൊക്കെ ക്യാരി ചെയ്ത് പോവുകയാണെങ്കിലൊക്കെ കുറെ ചെയ്യാം അവിടെ. ഇപ്പൊ ടെന്റും കൊണ്ടൊക്കെയാണോ ഇബിൻ പോണേ? ആണ്. അപ്പൊ ഈ നൈറ്റ് എവിടെയാണ് ഇപ്പൊ സേഫ് ആയിരിക്കണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം? അപ്പൊ എങ്ങനെയാണ് നൈറ്റ് ഇത്രയും ട്രാവൽ ചെയ്ത ആളാണ്, അപ്പൊ ഈ സ്റ്റേ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? ഞാൻ എന്ന് വെച്ചാൽ മാക്സിമം ഇരുട്ടാവുന്ന വരെ ഞാൻ രാത്രി ചെയ്യല്. ഇപ്പോൾ സ്ഥലത്ത് എത്താൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു 500-600 കിലോമീറ്റർ ഉണ്ടെങ്കിൽ രാത്രി ചെയ്യും. പകുതിക്ക് വെച്ച് ഇരുട്ടാവുകയാണെങ്കിൽ ഞാൻ പിന്നെ പെട്രോൾ പമ്പാണ് നോക്കൽ. അപ്പോൾ പെട്രോൾ പമ്പിൽ പോകും. അപ്പോൾ പെട്രോൾ പമ്പ് 24 hour ആണ്, ക്യാമറയുണ്ട്, വെള്ളവും കിട്ടും, ബാത്റൂം ഉണ്ട്, നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ചോദിച്ചു നോക്കും, ടെൻ്റ് അടിച്ച് ചോദിച്ചു നോക്കും. ചില സമ്മതിക്കും, ചില സമ്മതിക്കില്ല, അപ്പോൾ അടിക്കും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഗുരുദ്വാരയിലൊക്കെ പോയി സ്റ്റേ അടിക്കും. ഈ ചില ഓവർ സിറ്റി ഒക്കെ ടെൻ്റ് അടിക്കാൻ പറ്റില്ലെങ്കിൽ ഗുരുദ്വാര. പിന്നെ ഒരു വട്ടം ഞാൻ പോലീസ് സ്റ്റേഷനൊക്കെ പോയി സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു. ആസാം മേഘാലയ ബോർഡറിലൊക്കെ. അതൊരു വില്ലേജ് പോലെ ആയിരുന്നു, അവിടെ ടെൻ്റ് അടിക്കാൻ സ്ഥലമില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷൻ കണ്ട് അവിടെ പോയി ചോദിച്ചു നോക്കി, അവർ സമ്മതിച്ച് ഒരു റൂം വരെ തന്നു, കുഞ്ഞു സെറ്റപ്പ് റൂമൊക്കെ തന്ന്. ഒരു ഫുള്ളും പോലീസുകാരുടെ ഒപ്പമായിരുന്നു. ശരി. ഈ ട്രിപ്പ് പോകുമ്പോഴേ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ട് പോവാണോ, അതോ എന്തെങ്കിലും അങ്ങനെ ഉദ്ദേശം ഒന്നുമില്ല, വെറുതെ അങ്ങ് പോകുന്നു, അങ്ങനെയാണോ? അല്ല, സ്ഥലം കാണണമെന്ന് ഉണ്ട്. മെയിൻ അതാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടണം, കുറെ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം, അതാണ് മെയിനായിട്ട്. ഓക്കെ. ഇപ്പോൾ ഇത്രയും യാത്ര ചെയ്തല്ലേ പിന്നെ ഒരു ആളെ പരിചയപ്പെട്ടു, ആ ആളെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്ന് അറിയണം എന്ന് തോന്നിയ ഒരാളുണ്ടോ? അങ്ങനെയൊക്കെ ആണെങ്കിലിപ്പോ ഒത്തിരി പേര് പരിചയപ്പെട്ടിട്ടുണ്ട്, അടിപൊളിയാണ്, നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ആള് അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളാണെന്ന് തോന്നില്ലേ? അങ്ങനെ തോന്നിയവരൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമില്. അങ്ങനെ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഇൻസ്റ്റാ റീൽസ് ആയിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. ഒരാളുടെ പേര് പറയാൻ പറ്റും? അങ്ങനെ എനിക്ക് തോന്നുന്നത് ജ്യോതിഷ് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു, മലയാളി തന്നെയാണ്. എൻ്റെ ഒപ്പം 20 ദിവസത്തോളം ഉണ്ടായിരുന്ന അവനായിരുന്നു. അവൻ കുറെ രാത്രിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടുക ഒന്നും കാണിക്കുന്നില്ല. രാത്രി ഒരു സ്ഥലം പോലും ഫോട്ടോ ഇവന്റെ ഫോട്ടോ പോലും ഇവന്റെ ഇല്ല. അപ്പൊ അങ്ങനെ ആരും അറിയാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. മലയാളി തന്നെ, ഒരു കൊല്ലംകാരനാ. അതുപോലെ തന്നെ ഫുഡും ഒക്കെ ക്യാരി ചെയ്താൻ പോകുന്നത്.
അങ്ങനെ നല്ല ബഡ്ജറ്റ് ചുരുക്കാൻ നല്ലപോലെ ബഡ്ജറ്റൊക്കെ ചുരുക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായിരിക്കും എടുക്കുക, അങ്ങനെ ഫുഡ് എടുക്കുക, എന്തായിരിക്കും എടുക്കുക? പുള്ളിക്കാരൻ ഉണ്ടാക്കുക ചെയ്യുന്നത് ഫുള്ള്. പോകുന്ന വഴിക്ക് അരിയും പഞ്ചസാരയൊക്കെ മേടിക്കും, തന്നെ ഗ്യാസും സ്റ്റൗവൊക്കെ ഉണ്ട്, പാത്രമൊക്കെ ഉണ്ട്, ബാഗിലുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുക, ഇതാക്കുക. നല്ലൊരു ട്രാവൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എബിൻ എങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? പുള്ളി ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഫുഡ് കുക്ക് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് എനിക്കും കുറെ പൈസ ലാഭിക്കാൻ പറ്റി. 10 ദിവസത്തോളം ഫുഡ് കുക്ക് ചെയ്തൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ പുള്ളിയിലോണ്ട് തന്നെ എനിക്ക് നൈറ്റൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്യലില്ല, ലിഫ്റ്റ് അടിക്കലൊന്നും ഇല്ല. പുള്ളിയിലോണ്ട് അങ്ങനെ നൈറ്റൊക്കെ ലോറിയിലൊക്കെ ലിഫ്റ്റ് അടിച്ച് പോവുക ഒക്കെ ധൈര്യമായിരുന്നു. ഇല്ല, എനിക്ക് രാത്രി ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ചെറിയ പേടി ഉണ്ടാവും. പുള്ളിയൊക്കെ ഉള്ളത് എനിക്ക് നല്ല ധൈര്യമായിരുന്നു. ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ നോർത്ത് ഈസ്റ്റൊക്കെ ഭയങ്കര ധൈര്യം തന്നെയായിരുന്നു. നല്ല ലോറിക്കാരൊക്കെ നല്ല ആൾക്കാരായിരുന്നു, നല്ല അനുഭവമായിരുന്നു മൊത്തം. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ആളാണ് എബിൻ. അപ്പോൾ മലയാളികളെയൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടോ ഈ പറഞ്ഞ? ഇഷ്ടം പോലെ. എവിടെ പോയ ഒരു മലയാളീസിനെ കാണലുണ്ട്. സംസാരിക്കുന്നതാണ് അതോ ലുക്ക് കണ്ട് മനസ്സിലാക്കുന്നതാണ്? ലുക്ക് നമുക്ക് ഡ്രസ്സിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. മലയാളീസ് ഒരു നമ്മുടെ തന്നെ സ്റ്റൈലായതുകൊണ്ട് മനസ്സിലാവും. ഡ്രസ്സിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും മലയാളീസ് ആണെന്ന്. പിന്നെ അതേപോലെ അവിടെ കുറെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ കുറെ പള്ളിയച്ചന്മാരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് ഒക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും ഞാൻ ചോദിക്കാം, ഫുഡ് വിടാൻ പറ്റാത്തൊരു സത്യം. എനിക്ക് എവിടെ പോയാലും കേരള ഫുഡാണ് മെയിൻ. എനിക്ക് കുറെയൊക്കെ ഇഷ്ടമാണ്, എന്നാലും ചിലതൊന്നും എനിക്ക് എങ്ങനെ വന്നാലും എനിക്ക് കേരള ഫുഡ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോയപ്പോൾ അവിടുത്തെ ഈ ചിക്കനും ചില മട്ടൺ കഴിച്ച ഒന്നും ഇടാത്തിയാ, ജസ്റ്റ് ഉപ്പിൽ മാത്രം ഇട്ട് വേവിച്ച് തരുന്നൊക്കെ. എനിക്കതൊന്നും കഴിക്കാൻ അത് കാണുമ്പോൾ എനിക്ക് കേരളം നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ചോറാണേലും ഒന്നും കിട്ടൂലല്ലോ അവിടെ. എങ്ങനെ എനിക്ക് എന്തൊക്കെ എനിക്ക് കേരള ഫുഡ് തന്നെയാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലും കഴിക്കുന്ന ഫ്രൈഡ് റൈസാ, സാധാ ചിക്കനോ അല്ലെങ്കിൽ വെജ് ഫ്രൈഡ് റൈസോ കൂടുതലും കഴിക്കുന്നത്. ഇപ്പൊ പത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നു, നമ്മൾ മാതൃഭൂമിയിൽ വന്നു. ഇതൊക്കെ കാണുമ്പോ എന്താ തോന്നണേ? ഇത് 17 വയസ്സേ ഉള്ളൂ. സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നോണ്ട് ഇതാകുന്ന. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു ഫോട്ടോ ഉണ്ട് നമ്മുടെ നേപ്പാള് അന്നപൂർണ ബേസ് ക്യാമ്പിൽ. എന്താ അവിടെ പോയ ഒരു എക്സ്പീരിയൻസ് പറയാമോ? എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് അന്നപൂർണ ചെയ്യാന്ന് വിചാരിച്ച്. അതിന് ഭയങ്കര പൈസ ആവുമോ? പൈസ ഞാൻ 1 ലക്ഷത്തിനൊക്കെ പാക്കേജ് ഉണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പും ഇതൊക്കെ. ഞാനൊരു 50 രൂപ 40 രൂപ മിനിമം കരുതിയാലേ നമുക്ക് പോയി വരാൻ പറ്റുള്ളൂ. പിന്നെ അന്നപൂർണ ചെയ്യാൻ വിചാരിച്ച്. അന്നപൂർണ എൻ്റെ ഒരു ഫ്രണ്ട് 4000 രൂപയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ 4000 രൂപയും കൊണ്ട് ക്യാരി ചെയ്ത് പോയതായിരുന്നു. പക്ഷെ അങ്ങനെ സത്യം പറഞ്ഞാൽ ഫുഡ് അവൻ ഫുഡ് കുക്ക് ചെയ്താണ് പോയത്, അതുകൊണ്ട് അവൻ 4000 രൂപയ്ക്ക് ചെയ്തത്. ഞാൻ ഫുഡൊന്നും കുറച്ച് ക്യാരി ചെയ്തുകൊണ്ട് അങ്ങനെ പോയതായിരുന്നു. ഞാൻ ട്രക്ക് നല്ലൊരു അടിപൊളി ട്രക്കായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഫുഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ട്രക്ക് ചെയ്തത്. ഒരു ദിവസം ഒരു നേരം ഫുഡ് കഴിച്ചുള്ളൂ, കാരണം ഭയങ്കര എക്സ്പെൻസീവ് അവിടെ ഫുഡിനൊക്കെ പൈസ. പരിപ്പും ചോറാണ് മെയിൻ, ഡാൽ ബാത്ത് വരുന്നത് നേപ്പാൾ, അതിന് തന്നെ 900 രൂപ വില വരുന്നത് ഈ ട്രക്കിങ്ങിൻ്റെ സമയത്തൊക്കെ. കാരണം അവരെ പറഞ്ഞ കാര്യമാണ്, കാരണം അവർ പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, ചുമന്ന് കൊണ്ടുവരുന്നതാണ് മല കയറിയിട്ട്. അപ്പം അവർക്ക് ആ റേറ്റ് കൊടുത്താൽ അവർക്കും ലാഭമാവുള്ളൂ. 1000 രൂപ കൊടുത്താലാണ് അതുകൊണ്ട് തന്നെ ഒരു നേരം കഴിച്ചുള്ളൂ. പിന്നെ കുറെ ക്യാരി ചെയ്തിട്ടുണ്ട് ഞാൻ, കുറെ ബ്രെഡും പിന്നെ കുറെ നട്ടും ബോൾട്ടും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രിപ്പ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ട്രക്കിങ് ഈസി അല്ല. ട്രക്കിങ്ങും ട്രാവലിങ്ങും രണ്ട് ആയിട്ട് ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ ട്രാവൽ ചെയ്യാൻ നമുക്ക് പൈസ വേണ്ട, എങ്ങനെയും പോയി വരാം. പക്ഷെ ട്രക്കിങ് നമ്മൾ പിന്നെ പൈസ ക്യാരി ചെയ്ത് പോയില്ലെങ്കിൽ ഹെൽത്തിന് ഭയങ്കര ബാധിക്കും. അത് ഇങ്ങനെ പോയി വന്നിട്ട് ഇങ്ങനെ വയ്യാതെയൊക്കെ ആയിട്ടുണ്ടോ? വീട്ടിലെത്തിയപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല, ഒരു പനി പോലും പിടിച്ചില്ല. വീട്ടിലെത്തിയ ദിവസം എനിക്ക് ഫുഡ് പോയിസൺ അടിച്ച്, ഒരു ദിവസം ഫുള്ളും റെസ്റ്റ് ആയിരുന്നു വീട്ടിലെത്തിയപ്പോൾ. പെട്ടെന്ന് ഫുഡ് മാറി എൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ? അടുത്ത ട്രിപ്പ് എങ്ങടാണ്? കുറേ പ്ലാൻ ഉണ്ട്. അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല. ലക്ഷദ്വീപ് പോകണമെന്ന് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ അടുത്ത് ലക്ഷദ്വീപ് നോക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്യണമെന്നുണ്ട്. എന്ത് അവസരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? സ്കൂളിൽ പൈസയാണ് മെയിൻ. അതിന് കുറച്ച് പൈസ സെറ്റ് ചെയ്യണം. പിന്നെ ലീവ് നോക്കിയിരുന്നിട്ട് 2 ദിവസം ലീവ് എടുത്താലും പോവാലോ. ശരിയാണ്. ലൈഫിലെ വലിയൊരു എയിം എന്താ, ലക്ഷ്യം എന്താ? അങ്ങനെ വെച്ചാൽ ലോകം മൊത്തം കാണണം, കുറെ ട്രക്കിംഗ് ഒക്കെ ചെയ്യണം, നല്ല എക്സ്പീരിയൻസുകൾ വേണം. ഒരു 25-30 വയസ്സാകുമ്പോഴേക്ക് തന്നെ നല്ലൊരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുണ്ട്. ഇങ്ങനെ പറയില്ല, ഞാൻ ഇവിടെ ഇറങ്ങിപ്പോവും. 30 വയസ്സാകുമ്പത്തേക്ക് അത്യാവശ്യം എല്ലാം കവർ ചെയ്യണം. എപ്പോഴാ തുടങ്ങണേ, ഇനി എങ്ങടാ ആദ്യം പോവാന്നൊക്കെ. പിന്നെ പ്രായം കൂടുമ്പോൾ ആ ഒരു ഇത് അഡ്രിനാലിനൊക്കെ കുറയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിങ്ങനെ. ഇതുപോലെ ട്രക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെ യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സാധനങ്ങളാണ്? ഞാൻ ക്യാരി ചെയ്തപ്പോൾ ഡ്രസ്സ് ഭയങ്കരമായിട്ട് കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. ആപ്പാടെടുത്തത് 3 ടീഷർട്ടും 2 പാൻറ്റും. അതാണെന്ന് വെച്ചാൽ വേഗം അലക്കിയാലും വേഗം ഉണങ്ങാൻ പറ്റുന്ന ടൈപ്പായിരുന്നത് എടുത്തത്.
പിന്നെ ക്യാരി ചെയ്ത് ഒരു പെപ്പർ സ്പ്രേ ക്യാരി ചെയ്ത് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എന്തെങ്കിലും പറ്റുവാണെങ്കിൽ രക്ഷപ്പെടാനൊക്കെ അന്ന് എൻ്റെ പെപ്പർ സ്പ്രേ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പം ഒരു പെപ്പർ സ്പ്രേ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിൽ പോയപ്പോൾ ഇൻസിഡന്റ് അങ്ങ് അന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ് ഞാൻ ക്യാരി ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് ക്യാരി ചെയ്തപ്പോൾ ഒന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ ഫോണും ചാർജറും ഫോണിൻ്റെ പവർ ബാങ്ക് അങ്ങനെ ഇത്, പിന്നെ ജാക്കറ്റ്, മഞ്ഞ ഇടുന്ന ജാക്കറ്റ്, പിന്നെ ഒരു ട്രക്കിംഗ് ഷൂ ഉണ്ടായിരുന്നു അങ്ങനെ, പിന്നെ സ്ലീപ്പിംഗ് ബാഗും ടെൻറ്റും. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൈസ ഉണ്ടാവും, പക്ഷെ ജോലി കിട്ടി പൈസ കിട്ടി എന്നാന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ എബിൻ ഇതിനൊന്നും വേണ്ടി കാത്തിരുന്നില്ല. എബിൻ സ്പോട്ടിൽ തന്നെ എനിക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് എബിന് പറയാനുള്ളത്? ടൈം വേസ്റ്റ് ചെയ്യല്ലേ. നിങ്ങൾക്കിപ്പം പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇറങ്ങി തിരിച്ചോ, ഇന്ന് നാളെ പോവാം അങ്ങനെ ഇരുന്നാൽ പിന്നെ ചിലപ്പോൾ ഇതൊന്നും പോവുള്ളൂ. എനിക്കും ആദ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരുന്നു, +2 ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തിനാ ഇത്രയും കാത്തു നിന്നിട്ട് എന്തിനാ ആ ഒരു ഇതുകൊണ്ട് ഞാൻ പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ച് പറ്റുന്നത്രയും പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പോകാൻ നോക്കുക. പൈസ പിന്നെയും വരുമല്ലോ, പക്ഷെ നിങ്ങളുടെ പ്രായ ടൈമൊക്കെ പോയാൽ പിന്നെ അങ്ങനെ അല്ലല്ലോ. എനിക്കിട്ട് അല്ല ഇപ്പൊ എബിന് ഏത് ടൈപ്പ് യാത്രയാണ്? അതായത് ചില ആൾക്കാരുണ്ട് നമുക്ക് ആ സ്ഥലമൊക്കെ കണ്ട് പെട്ടെന്ന് പോരാ, ആ സ്ഥലം കാണുക, അവിടെ ഒന്ന് കറങ്ങാൻ അങ്ങ് പോരാ. ചില ആൾക്കാർ അവിടെ ചെന്ന ആൾക്കാരെയൊക്കെ പഠിച്ച് അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈല്, ഫുഡ് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ മനസ്സിലാക്കി ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരണം. അങ്ങനെ 2 തരത്തിലുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എബിൻ ഇതിലേതാ? എനിക്ക് ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലം ഇഷ്ടപ്പെട്ട ആൾ കുറച്ചാൾ നിൽക്കണം, അങ്ങനെ എനിക്ക് നിന്ന് കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ എനിക്ക്. ഈ ലാംഗ്വേജ് എങ്ങനെയാ? മലയാളവും ഇംഗ്ലീഷും തമിഴും എനിക്കറിയാം. പിന്നെ പോകുന്ന വഴിക്ക് ഹിന്ദി പഠിച്ച് അത്യാവശ്യം ഹിന്ദി അറിയാം. ഹിന്ദി സംസാരിച്ചു തുടങ്ങി? അത്യാവശ്യം, മൊത്തമല്ല ഒരു അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ. എബിന്റെ വീട് എവിടെയാ? ഞാൻ കോഴിക്കോടായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കണേ? സാവിയോ ദേവഗിരി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇനി ഓണത്തിന്റെ അവധി വരികയാണ്, അതിനെന്താ എവിടെ എങ്ങനെയാ പ്ലാൻ? കുറച്ച് ലീവ് ഒക്കെ ഉണ്ടല്ലോ, 10 ദിവസത്തെ ലീവ് ഒക്കെ കിട്ടില്ലേ? ലക്ഷദ്വീപ് ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ സ്കൂളെല്ലാം കൊണ്ട് നടക്കുമെന്ന് അറിയില്ല. സ്കൂളില്ലല്ലോ, ഫണ്ട് വേണമല്ലോ. എങ്ങനെ ഞാൻ ലക്ഷദ്വീപ് നോക്കിയപ്പോൾ ഏറ്റവും മിനിമം നോക്കിയപ്പോൾ ഒരു 15 രൂപ വേണം കരുതിയത്. അപ്പോൾ 15 ഉണ്ടാക്കാനും പിന്നെ ഫോൺ EMI വെച്ചേക്കാം, അത് അടച്ചു തീർക്കണോ, അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ചുരുക്കമാണ് എന്തിലായിരിക്കും എബിൻ ചുരുക്കുക? ഫണ്ടോ? ഫണ്ട് ട്രാവലിങ്, അങ്ങോട്ട് എത്തിപ്പെടാനാണല്ലോ പാട് മിക്ക സ്ഥലങ്ങളിലും. അതാണ് മാക്സിമം ചുരുക്കുന്നത്, അതാണ് ലിഫ്റ്റ് അടിക്കുന്നത്. പിന്നെ ഫുഡ് നമ്മൾ കഴിക്കുന്നത് അനുസരിച്ചിട്ട്, ഫുഡ് കഴിക്കാൻ ഒരു നേരം കഴിക്കാൻ നല്ലപോലെ ഞാൻ കഴിക്കും ഞാൻ, പക്ഷെ അത് വില കുറഞ്ഞ ഫുഡ് നോക്കുള്ളൂ, ഞാൻ ഇതാക്കി നോക്കുന്നില്ല. ഈ ലിഫ്റ്റ് അടിക്കുമ്പോൾ ആൾക്കാർ പൈസ ചോദിക്കുമോ? ഇല്ല, ചോദിക്കും, ഞാൻ ഇറങ്ങി പോകും. ഇല്ല അല്ല ചിലവർ അങ്ങനല്ല, ചിലവർ കയറുമ്പോഴേ ഞാൻ ചോദിക്കും പൈസ, അപ്പം പൊക്കോളം പറയും ഞാൻ. അങ്ങനെ കയറിയിട്ട് ഒരു വട്ടം കണ്ട് പകുതിക്ക് വെച്ച് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ എന്നെ ഇറക്കി വിട്ടിട്ട് ആൾ പോയി. ഞാൻ പൈസ ഇല്ലാന്ന് പറയുള്ളൂ, ഞാൻ അല്ല എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് തരില്ല, ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അങ്ങനെ പറയാം. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ മേടിച്ചു തരും, അങ്ങനെ കുറേ ലോറി ഡ്രൈവേഴ്സൊക്കെ മേടിച്ചതിൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതുപോലെ വലിയ പബ്ലിസിറ്റിയിലൊക്കെ എത്തിയിരിക്കുകയാണ് എബിൻ. അപ്പോൾ എല്ലാവരും ഇപ്പം എന്താ പറയണേ എബിനെ? കുറേ ആദ്യം ഇങ്ങനെ ഇതേപോലെ കളിയാക്കിയവരും അല്ലെങ്കിൽ വെറുതെ ഇതാക്കുന്നവരൊക്കെ ഇപ്പം പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അതാണ് നാട്ടിൽ നിന്ന് എങ്ങനെയുണ്ട് എല്ലാവരും? നാട്ടിലങ്ങനെ കിട്ടിയോ ഇങ്ങനെ? ആദ്യം വിളിക്കുന്നൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ ഇതാക്കി പോകും. എബിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങൾ കറങ്ങാൻ പോകാൻ പറ്റട്ടെ. ഈ പറഞ്ഞ പോലെ ലോകം മൊത്തം 30 വയസ്സിനുള്ളിൽ, അതാണ് ആഗ്രഹം. അപ്പോൾ 30 വയസ്സിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങാനും അറിയാനും ഒരുപാട് പേരെ പരിചയപ്പെടാനും പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.